പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിന്റെ 18ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ ഈ വചന സന്ദേശത്തിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. മറയില്ലാതെ കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ ദൈവിക ആലോചന അറിയിച്ച ഭക്തനായ പൗലോസ് ഒരു മാതൃക പുരുഷനായി. നമ്മുടെ വിശ്വാസങ്ങളും പ്രസംഗങ്ങളും തെളിയിക്കപ്പെടുവാനുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്കുണ്ടായേക്കാം. നമുക്ക് അവരുടെ മുമ്പിൽ തെളിയിക്കുവാൻ കഴിഞ്ഞാൽ ചിലരെങ്കിലും നമ്മെ അംഗീകരിക്കുകയും അതിലുപരിയായി നമ്മുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്തേക്കാം. എന്നാൽ മറിച്ചാണ് ഫലമെങ്കിൽ നാം പിൻപറ്റിയിരിക്കുന്ന വിശ്വാസവും പരിഹസിക്കപ്പെടുകയും നാം നാണം കെടുകയും ചെയ്യും. പ്രസംഗത്തിനൊത്ത ജീവിതവും വിശ്വാസത്തിനൊത്ത പ്രവൃത്തിയും നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാന്യതയേക്കാൾ നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുകയും അനേകർ ദൈവത്തെ പിൻപറ്റുന്നതിനും ഇടയാകും എന്നതിന് സംശയമില്ല. ഇത് നമുക്കും ഒരു ഉപദേശവും വെല്ലുവിളിയും കൂടെയാണ്. ഒരു വിശ്വാസി താൻ ആരാണെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ രഹസ്യമോ പരസ്യമോ ആയ ഏതൊരു പ്രവൃത്തിയും നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുതെന്ന് തീരുമാനിക്കണം. ഒന്നാമതായി ഒരു ആത്മീയ പൈതൽ ജാതികളുടെ നടുവിൽ മാതൃകാ ജീവിതം നയിക്കണം. അവരുടെ വസ്ത്രധാരണ ദേശത്ത് മാതൃകയുള്ളതായിരിക്കണം. അവരുടെ കൊടുക്കൽ വാങ്ങൽ സംസാരം എല്ലാം ദേശത്തിന്റെ നടുവിൽ മാതൃകയുള്ള ജീവിതമായിരിക്കണം. അയ്യോ, ഇന്നത്തെ വിശ്വാസ മക്കളുടെ നടുവിൽ യാതൊരു മാതൃകയുമില്ലാത്ത ജീവിതം നയിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനിടയാകും. ബ്യൂട്ടി പാർലറിൽ പോകാതെ അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. വസ്ത്രം അധികം അവരുടെ ശരീരത്തിൽ ധരിക്കുന്നത് അവർക്ക് അലർജിയാണ്. വിശുദ്ധിയും വേർപാടും ഇല്ലാത്ത ജീവിതത്തിൽ സത്യവും വിശ്വസ്തതയും ഇല്ലാത്ത അഭിനയം കാഴ്ചവെക്കുന്ന ആത്മീയ ജീവിതം. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന ഭക്തനായ ദാവീദ് സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു. ദാവീദിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തതും ഇസ്രായേലിന് രാജാവാക്കിയതും. എന്നാൽ ഒരിക്കൽ തന്റെ വികാരത്തിന് അടിമപ്പെട്ടു. താൻ പാപം ചെയ്തു. വ്യഭിചാരവും കൊലപാതകവും തെളിവ് നശിപ്പിക്കലും എന്ന് വേണ്ട പലതും ചെയ്തു. എങ്കിലും ദാവീദ് നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയായി. ദൈവവേലക്കാർ എന്ന് പറയുന്നവരും ദർശനം നഷ്ടപ്പെട്ടവർ ആയാൽ അവർ എന്തും കാട്ടിക്കൂട്ടുമെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. ഓരോ ശുശ്രൂഷകനും ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുകയും ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുകയും വേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള ആദ്യ സ്നേഹിതനും വിശ്വാസികളുടെയും അനേക വംശങ്ങളുടെയും പിതാവും ലോകത്തിന് മാതൃകാ പുരുഷനുമായിരുന്നു അബ്രഹാം. അനന്തര തലമുറകൾക്ക് ദൈവത്തെക്കുറിച്ച് താൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് പറയുവാൻ ദൈവം ലജ്ജിച്ചിരുന്നില്ല. ദൈവനാമം താൻ നിമിത്തം അപമാനിക്കപ്പെടുവാൻ ഇടയാകരുതെന്നുള്ള തീരുമാനത്തിൽ അബ്രഹാം ഉറച്ചു ജീവിച്ചിരുന്നു. അങ്ങനെ തന്നെ അബ്രഹാമിന്റെ കൊച്ചുമകനായ യോസഫും മാതൃകയോടുകൂടെ ജീവിച്ച ഭക്തനായിരുന്നു. ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ എലിമിലേക്കും കുടുംബവും മോവാബ് ദേശത്തിലേക്ക് പോവുകയും പിന്നീട് ആ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും നവോമിയുടെ ജീവിതം ദേശത്ത് മാതൃകയായിരുന്നു എന്നതിന് സംശയമില്ല. അതിനാലാണല്ലോ രൂത്ത് അമ്മയുടെ ദൈവത്തെ പിൻപറ്റിയതും ദൈവ കുടുംബത്തിലെ ഒരു അംഗമായി തീർന്നത്. പ്രിയ ദൈവ പൈതലേ, നാം നിമിത്തം ഒരിക്കലും ദൈവത്തെ
ആമേൻ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകരുത്. നവോമിക്ക് ആമേൻ ഹാലേലുയ ആഗ്രഹമുണ്ടായിരുന്നു. നാം 2 കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നു, 1000 കണ്ണുകൾ നമ്മെ കാണുന്നു എന്ന് നാം ഓർക്കണം. നമുക്ക് യേശുവിനെ പോലെ ജീവിക്കുവാൻ കഴിയണം, പൗലോസിനെ പോലെ ജീവിക്കുവാൻ കഴിയണം. മാതൃകയുള്ള ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതെ, പൗലോസ് വ്യക്തമായി പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ കണ്ണുകളെ ദിവസമടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. അതാ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം. മാതൃകയോടുകൂടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ മുഖാന്തരം ഈ ശബ്ദം കേൾക്കുന്ന, ഈ ദൈവശബ്ദം കേൾക്കുന്ന ആമേൻ ഒരു കുഞ്ഞു പോലും ആമേൻ മുഖാന്തരം ദൈവനാമം ദുഷിപ്പാൻ ഇടവരാതെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.